നേരത്തെ മുതൽ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കാര്യം ഞാൻ സിനിമയിൽ വന്നിട്ട് 15 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷത്തിലാണ് ഈ ലഹരി ഉപയോഗം വളരെ അധികമായി മലയാള സിനിമയിലേക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചെല്ലാം എല്ലാ സംഘടനകളിലും ഇരിക്കുന്ന ആളുകൾ എല്ലാവരും അവെയറാണ് എന്നുള്ളതാണ്. കാര്യം ഒരു സെറ്റിൽ എന്ത് നടന്നാലും സംഘടനയിൽ അതറിയും. അതിപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയാണെങ്കിലും ഫെഫ്ക ആണെങ്കിലും എല്ലാ സംഘടനയിലും എല്ലാ കാര്യം ഒരു സെറ്റിൽ 90% ആളുകളും ഫെഫ്ക മെമ്പേഴ്സ് ആയിരിക്കും. അപ്പം ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ആർട്ടിസ്റ്റിന് ചുറ്റും നിൽക്കുന്നതും ഫെഫ്ക മെമ്പേഴ്സ് ആയിരിക്കും. ചുറ്റും നിൽക്കുന്ന 4-5 പേരുണ്ടെങ്കിൽ 5 പേരും ഫെഫ്ക മെമ്പേഴ്സ് ആയിരിക്കും. അപ്പം അത് ഫെഫ്ക അറിയുന്നില്ല, ഞങ്ങൾ നടുങ്ങിപ്പോയി എന്ന് പറയുന്നതിൽ സത്യാവസ്ഥയില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാര്യം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ എന്ത് ആക്ഷൻ എടുക്കുന്നു എന്നതിലാണ് കാര്യം. അത് അല്ലെങ്കിൽ അവരെ തിരുത്തി ഇതിലടിമപ്പെട്ടു പോയ ആളുകളാണെങ്കിൽ അവരെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഈ സംഘടന എന്ന രീതിയിൽ അവർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം. അതിന് പകരം ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഇവിടെ ഒന്നും നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ട്രഷററായിട്ടുള്ള ലിസ്റ്റൻ സ്റ്റീഫൻ പറയുന്നത് കേട്ടു, 2 പേര് മാത്രം ലഹരി ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി മുഴുവൻ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതെന്ന്. എനിക്കത് കേട്ടപ്പോൾ വിഷമം തോന്നി. കാര്യം ഏറ്റവും കൂടുതൽ സിനിമകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിർമ്മാതാവാണ് ലിസ്റ്റൻ സ്റ്റീഫൻ. അപ്പോൾ ലിസ്റ്റിന് ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നത് അതോ അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണോ? നമ്മുടെ മുന്നിൽ അന്യായങ്ങൾ കണ്ടാൽ അല്ലെങ്കിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ അത് പ്രതികരിക്കുക തന്നെ ചെയ്യണം. അത് മുന്നോട്ട് വന്ന് ലിസ്റ്റിനെ പോലുള്ള ചെറുപ്പക്കാർ അത് മുന്നോട്ട് വന്ന് സംസാരിക്കുക തന്നെ വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സംഘടനകൾക്ക് വീഴ്ചയുണ്ടായെന്ന് തോന്നുന്നുണ്ട്. 5 വർഷമായി ഇങ്ങനെ ലഹരി ഉപയോഗം കൂടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കൃത്യമായി അറിഞ്ഞിട്ടും തടയാൻ സംഘടനകൾ ശ്രമിച്ചില്ല എന്ന് തോന്നുന്നുണ്ട്. ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ പലപ്പോഴും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് പല സിനിമകളിലും പിന്നെ സിനിമാ സെറ്റുകളിലും ലഹരി ഒഴുകുന്നു എന്ന് പറഞ്ഞ് ഇവർ ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമ്മൾ എന്താ കാര്യം, നമ്മുടെ നിർമ്മാതാവിന് തന്നെയല്ലേ നഷ്ടം വരുന്നത്, അപ്പം അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ എങ്ങനെ ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടായിട്ടുണ്ട്. ഞാനത് സംസാരിച്ചിട്ടുമുണ്ട്. ഞാൻ ഹേമ കമ്മിറ്റിയിലും അതിനെപ്പറ്റി മൊഴി കൊടുത്തിട്ടുണ്ട്. ഇപ്പം റീസെൻ്റായിട്ട് ഉള്ളതിലും സംഭവിച്ചിട്ടുണ്ട്. അത് ഇല്ലയെന്ന് പറയാൻ പറ്റും. സിനിമയിൽ വളരെ സജീവമായി ഒരു സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ണടച്ച് പാല് കുടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉള്ള കാര്യം ഇല്ലാതാവുന്നില്ല. അപ്പം അതിനെതിരെ എന്ത് നടപടികളാണ് സംഘടനകൾ എടുക്കുക, അല്ലെങ്കിൽ അതിനെ തിരുത്തേണ്ടതായ ഒരു കാര്യം മുളയിലേ നുള്ളിയെങ്കിൽ മാത്രമല്ലേ അത് പിന്നീട് സംഭവിക്കാതിരിക്കുള്ളൂ. പക്ഷേ ഇത് ഇത്രയും വ്യാപകമാവാനുള്ളൊരു കാരണം പലരും കണ്ണടച്ചതുകൂടിയാണ് എൻ്റെ റീസൺ എന്ന് പറയുന്നത്.